അവൻ ട്രെയിൻ വരും എന്ന് പറഞ്ഞപ്പോൾ ട്രെയിൻ കയറാൻ ഓടുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി കേട്ടോ. ട്രെയിനിൽ കയറുകയാണ്. അവിടെ നിന്ന് അടുത്ത് ഓ അടിപൊളി. ഇവിടെ നോക്ക്, ഇവിടെ ഈ ആംഗിൾ നോക്ക്. ഓ സൂപ്പർ. ഓ അതാ വെളുത്ത മീൻ വരണുണ്ടോ? അടി ഇതാണോ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻ. ഓ അപ്പോൾ നമ്മുടെ പയ്യന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേടാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? പറയോ, ഇഷ്ടപ്പെട്ടോ? ആ സൂപ്പർ. അപ്പോൾ ഗൈസ് ഇവിടുത്തെ നല്ലൊരു പ്രത്യേകത ഈ തണലാണ് കേട്ടോ. അടിപൊളി തണൽ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ വെയിലിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാവും. ഇന്നലെയൊക്കെ നമ്മൾ കറക്റ്റ് ശരിക്കും നന്നായിട്ട് വെയിൽ കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല തണൽ, നല്ലൊരു AC എഫക്റ്റ് തന്നെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളെന്നുള്ളത് കോട്ടയം ജില്ലയിലെ മാംഗോ മെഡം ഒരു ദിവസം ഫുൾ കറങ്ങാനുള്ള ഒരു സംവിധാനം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ആരോമലുണ്ട്, ആരോമലിൻ്റെ വൈഫ് സൗമ്യയുണ്ട്, കുട്ടികളുണ്ട്. നമ്മൾ വലിയൊരു ടീമാണെന്ന് വന്നിരിക്കണേ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോവാണ്. ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹായ് പറയൂ. ഹായ് ഹായ്. ഹലോ ഫ്രണ്ട്സ്, മാംഗോ മോഡോസ് നല്ലൊരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. ശരിക്കും ഇവിടെ നമുക്ക് നിറയെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, അതായത് അറിയാനും പഠിക്കാനുള്ളൊരു മനസ്സായിട്ടാണ് ഇവിടേക്ക് പോകണമെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ പാർക്ക് എൻട്രിയിലേക്ക് കിടക്കാൻ കേട്ടോ. പാർക്ക് എൻട്രി ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് മേടിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ഇവിടെ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറയും. അത് ബാക്കിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ നമുക്ക് ഈ ടിക്കറ്റ് ചാർജിൽ ഇൻക്ലൂഡഡ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ, അഡീഷണൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഒരു കാണിക്കുന്നുണ്ട്. ഇത് ഇവിടെ പ്രത്യേക പേയ്മെൻറ്റ് കൊടുക്കാം, നമുക്കത് സൗകര്യം കിട്ടും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പുറത്ത് കിടന്നു. പുറത്ത് കിടക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ടീം ഇവിടെ റെഡിയാണ്. കിടക്കല്ലേ? ഓക്കെ, പോവാം. പാർക്കിനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പാർക്ക് സന്ദർശന സമയം. അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതിനകത്ത് എത്തിയിരിക്കും കേട്ടോ. പാർക്കിനകത്ത് എത്തി. ഇവിടെ കാണുന്നുണ്ട് പഞ്ചാരപ്പഴം. ഇപ്പോൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഉണ്ട് ഇവിടെ. ട്രെയിൻ ടിക്കറ്റ് നമ്മൾ എടുത്താണ്, അതിനൊക്കെ അതിൽ പോവാം. അവർ ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. ആറാളും ഒരു കുട്ടിയും. കോട്ടയം. 98 46. ഇത് ആ മീൻതിട്ട് എവിടെയാണ്? അപ്പോൾ ഗൈഡ് വരുന്നവരെ നമുക്കിവിടെ നോക്കാം. തീം പാർക്കാണ്. നമ്മുടെ 4700 മരങ്ങളും ചെടികളും മെഡിക്കൽ പ്ലാന്റ്സ് ഒക്കെയാണ് പരിചയപ്പെടാനുള്ളത്.
അഗ്രികൾച്ചറെ ബേസ് ചെയ്ത് ഫസ്റ്റ് ഗൈഡിംഗ് ആണ്. ഗൈഡിംഗിന് ശേഷമാണ് ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക. ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത് സ്വിമ്മിംഗ് പൂള്, ആർച്ചറി, ഷൂട്ടിംഗ്, പെഡഗ്ലോട്ട്, കൊട്ടവഞ്ചി, സൈക്ലിംഗ്, ഗോകാർട്ട്, കിഡ്സ് പാർക്ക്, റൊട്ടി റൈഡ്, പെൻകുളം റൈഡ്, ലിഫ്റ്റ് റൈഡ്, വള്ളം റൈഡ്, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, വാട്ടർ വീല്, ബോൾ പൂള്, വാസ്റ്റർ. എക്സ്ട്രാ ചാർജ് വരുന്നത് ഇ റിക്ഷ, ബസ്, ട്രെയിന്, ഷിക്കാര ബോട്ടിംഗ്, ടൊള്ളി, തിയേറ്റർ, ഫുഡ് ഐറ്റംസ് ഇതിനൊക്കെയാണ് സെപ്പറേറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഗ്രീൻ ബിൽഡിംഗ് ആണ് റെസ്റ്റോറന്റ്. ഫുഡ് കഴിക്കാൻ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ റെസ്റ്റോറന്റിലേക്ക് കയറുക. 5 മണിക്ക് പാർക്കിന്റെ ക്ലോസിംഗ് ടൈമാണ്. സ്വിമ്മിംഗ് പൂൾ ഒക്കെ വരുന്നത് ഈ ഫ്രണ്ടിലാണ്. 1 അവർ ഫ്രീ ഉണ്ട്. 4:45 ക്ലോസ് ചെയ്യും. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ട്. ഗൈഡിങ് നടന്ന് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിക്ഷാ സൗകര്യമുണ്ട്. റിക്ഷയ്ക്ക് 250 രൂപ ചാർജ് വരുന്നത്. ഒരു വണ്ടി 4 പേർക്ക് വരെ യൂസ് ചെയ്യാം. ബസ്സും ട്രെയിനും ഒക്കെ ജസ്റ്റ് റൈഡിങ് ആയിട്ടേ ഉള്ളൂ. അത് ഗൈഡിന് ശേഷം എടുക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഗൈഡിനെ കൂട്ടിവിടാം. അപ്പോൾ കേസ് എങ്ങനെ വെച്ചാലേ ആദ്യത്തെ 1 മണിക്കൂർ നമ്മളെ ഗൈഡിനെ കൂട്ടി ഇത് നടന്ന് കാണാനുള്ള പരിപാടിയാണ്. ഗൈഡ് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈ റിക്ഷ ഉണ്ടല്ലോ, റിക്ഷയിൽ പോകാം. 4 ആൾക്ക് റിക്ഷയിൽ പോകാം. പക്ഷെ നമ്മളിപ്പോൾ 6 ആളുകൊണ്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഷീജ, ആ അടിപൊളി. ആ അപ്പോൾ അവിടെ ഗൈഡ് ഷീജ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഫിഷ് ഫീഡ് എടുക്കുകയാണ്. നമ്മുടെ ട്രെയിനൊന്ന് പോയി കാണാം. ഇതാ ട്രെയിൻ ഇതാണ് ട്രെയിൻ. അടിപൊളി. വാ. അപ്പോൾ അതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിൻ. നമുക്ക് 1 മണിക്കൂർ നമ്മൾ നടത്തത്തിന് ശേഷം ഒന്ന് ട്രെയിനിൽ കയറും. ഇതുവരെ റിക്ഷയാണ്. പോവാം. ആ ഫിഷ് ഫീഡിൻ്റെ അത് കാണിച്ചു കൊടുത്താ 2 പാക്കറ്റ് പറഞ്ഞിരുന്ന ആണോ? ഓക്കെ. ആ ആ ഓക്കെ. ആ ആ അപ്പോൾ മക്കളിതാ ലണ്ടൻ ഡക്കർ ബസ്സാണ് കേട്ടോ. 1 മണിക്കൂർ ഒരു ഗൈഡിൻ്റെ കൂട്ടത്തിൽ വിട്ടതിന് ശേഷം പിന്നീട് നമ്മുടെ സൗകര്യത്തിന് വിടും. തീം പാർക്ക് റൈഡ്. ഇതാണ് ബസ്. ബസ്സിൻ്റെ മുകളിലും കയറാം കേട്ടോ. കുട്ടികളുടെ കളിസ്ഥലം. കുട്ടൂസനും ഡാഗിനും ലുട്ടാപ്പിയും മായവും രാജു രാധ എല്ലാവരും ഉണ്ട്. അവനെ സിംഹത്തിൻ്റെ വായിലേക്ക് പിടിച്ചിട്ട് ഇത് അത് കാണിച്ചു കൊടുത്തേ. ആ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഇതാണ് മാംഗോ വിലാസം ടീ ഷോപ്പ്. സാധാരണ ചായയൊക്കെ കിട്ടും. ചായക്കട. അപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ നടക്കുക കേട്ടോ. എങ്ങനെ ഇന്ത്യൻ അടിപൊളി. ഇന്ത്യയുടെ ഭൂപടത്തിനകത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന വൃക്ഷങ്ങളാണോ അത്. കേരളത്തിൻ്റെ തെങ്ങ് അവിടെ നട്ടിട്ടുണ്ട്. കരിമ്പന തമിഴ്നാട്. അടിപൊളി.
ചാക്കില കേരള പെപ്പർ എന്താ ഓ ഫിഷ് ഫീഡിങ് ബ്രിഡ്ജ് മീനൂട്ട് പാലം. അപ്പോൾ നമ്മൾ മീനൂട്ട് പാലത്തിലേക്ക് പോവാണ്. മീനുകൾക്ക് തിന്നാൻ കൊടുക്കുന്ന സ്ഥലം. ആ ആ ആ മീനൂട്ടെന്ന് പറയുന്നത് ഭാരതീയ ആചാര വിശ്വാസപ്രകാരം മീനൂട്ടെന്ന് പറയുന്നത് പുണ്യപ്രവർത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. മീനൂട്ടുന്നതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ കാഠിന്യം കുറയുന്നൊരു വിശ്വാസമൊക്കെയുണ്ട് കേട്ടോ. അതുപോലെ എന്താ ആ പാലം കണ്ട പാലം ₹1 നാണയം കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇതേ ഈ പാലം കണ്ടോ, ഷീറ്റ് ഇരുമ്പ് ഷീറ്റിൽ അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ്, അതിൽ ₹1 നാണയം കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള ബാക്കി വരുന്ന പോർഷനാണ്. ആ പോർഷൻ കൊണ്ടാണ് ഇപ്പോൾ ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മീനൂട്ട് പാലത്തിൻ്റെ മുകളിൽ നമ്മളുള്ളത്. കൂടാതെ സൈക്ലിംഗ്, ഗോ കാർട്ട്, ആർച്ചറി, ഷൂട്ടിംഗ്, ഹ്യൂമൻ എയറോ, കാർമോലൈൻ, സ്വിമ്മിംഗ് പൂൾ, കിഡ്സ് പൂൾ, പെഡൽ ബോട്ടിംഗ്, കുട്ടവഞ്ചി, വള്ളം തുഴയൽ, വാട്ടർ വീൽ, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, പോട്ട് മേക്കിംഗ്, ബോൾ പോൾ എന്നിവ ഉൾപ്പെടുന്നതും തികച്ചും സൗജന്യവുമാണ്. പ്രിയ സന്ദർശകരെ, റെസ്റ്റോറന്റ് ഏരിയയിൽ പ്രിയ സന്ദർശകരെ, ദയവായി ഫുഡ് കൂപ്പണിൽ തന്നിരിക്കുന്ന സമയത്ത് തന്നെ റെസ്റ്റോറന്റ് ഏരിയയിൽ എത്തിച്ചേരുക. പിരാനാണോ? ഇന്ത്യയിൽ വനാന്തരങ്ങളിൽ മാത്രം ലഭ്യമാകുന്നത്ര ആയ ഓക്സിജനാണ് ഇത്. പരിശോധനകളിലൂടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. താങ്ക് യു. കിഴമേടത്ത് എന്ത് മീനാ കിടക്കണേ? ആ പരന്നത് അല്ലേ, കായൽ ആവോലി. പിന്നെ ഇവിടെയാണ് 64 ഇനം കായൽക്കാർക്ക് മത്സ്യങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. കൂടുതലും കായൽ ആവോലിയാണ് കാണുന്നത്. പിന്നെ കരിമീനുണ്ട്, പിന്നെ വരാല്, അങ്ങനെയുള്ള കരിമീനാണ് കൂടുതലും ഈ മീനുകളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഗംഭീര പരന്ന കായലാവോലി അല്ലേ? ഓ, കറുത്തതുണ്ട് വെളുത്ത ആവോലിയുണ്ട്. ആ ആ ആ. ഗൈഡിങ്ങിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഫിഷ് ഫീഡ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് വീണ്ടും ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ. അയ്യോ, അവരടി വിടുന്നുണ്ടോ? അത് മൊത്തത്തിൽ നമുക്ക് ആ മീൻ ഞമ്മം തിരുവ. എന്നിട്ട് കായലാവോലി അവർ തിക്കും തിരക്കും കൂട്ടാനുണ്ടോ? ആ അടിപൊളി. ആ ആ വെളുപ്പും കറുപ്പും അല്ലേ ആവോലി? അടിപൊളി. ആ ആ. ഈ കാണുന്ന നമ്മുടെ ചെറിയൊരു ഓപ്പൺ സ്റ്റേജ് ആണ് കേട്ടോ. ഇത് ചില പ്രോഗ്രാംസ് ഇവന്റ്സുകളൊക്കെ നമ്മളിവിടെ നടത്താറുണ്ട്. നൈറ്റ് പാക്കേജ് സെക്ഷൻ ഒക്കെ വരുമ്പോൾ പ്രോഗ്രാംസ് ഒക്കെ നാടൻ പാട്ടൊക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ആ കാണുന്നത് പ്രീമിയം കാറ്റഗറി പെടുന്ന കോട്ടേജുകളാണ് കേട്ടോ. ഡേ ആൻഡ് നൈറ്റ് സ്റ്റേ ചെയ്യുന്ന കോട്ടേജുകളാണ്. അതിനൊക്കെ നമ്മൾ ഫ്രൂട്ട്സിന്റെ പേരുകളാണ് കൊടുത്തേക്കുന്നത്. മാംഗോ കോട്ടേജ്, ഓറഞ്ച് കോട്ടേജ്, നട്ട്മ കോട്ടേജ്, മൾബറി കോട്ടേജ്, അങ്ങനെ കോട്ടേജിന്റെ പേരുകളും ഫ്രൂട്ട്സിന്റെ പേരാണ്. പിന്നെ നമുക്ക് അവിടെ നാടൻ വള്ളം ഏരിയ ഉണ്ട് കേട്ടോ. അത് നാടൻ വള്ളം കണ്ടു അതൊരു ടിക്കറ്റിൽ ഉള്ളതാണ്. 5 മണി വരെയാണ് ടൈം ഉള്ളത്. ഇതിനകത്ത് അല്ലേ? ഇതിനകത്ത് ഗൈഡിങ്ങിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നമ്മളെല്ലാം ഗൈഡിങ്ങിന് ശേഷമാണ് എല്ലാ ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മേലിൽ സൺബാത്ത് ഏരിയ ഒക്കെയാണ് കേട്ടോ. അതിന്റെ മേലിൽ ഇതിന്റെ മുകളിലോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ൊക്കെ വെയിൽ കഴിയുമ്പോൾ
അപ്പോൾ നമ്മൾ മീനൂട്ടിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ ഗൈഡ് ഷീജ നമ്മളെ കൊണ്ടുപോകണം. ആഹാ ഏത് ആ ചെറുത് ആഹാനോ? വേരിനാണ് കേട്ടോ പ്രാധാന്യം. വേര് കൂടുതലും കാണപ്പെടുന്നത് ഉപ്പൻ പക്ഷിയുടെ കൂടുകളിലാണ് ഇതിന്റെ വേര് കാണുന്നത് കേട്ടോ. ഇതിന്റെ വേര് കാണുന്ന എന്നൊരു വിശ്വാസം ഉണ്ട് എന്ന് പറയും. പിന്നെ ഇതിന്റെ വേര് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്താഗ്രഹം പറഞ്ഞാൽ സാധിക്കുന്ന ഒരു വിശ്വാസം, അങ്ങനെ വിശ്വാസമുണ്ട്. പിന്നെ ഇതിന്റെ തൈ നമ്മുടെ വീട്ടുവളപ്പിൽ വെച്ചുപിടിച്ചാൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധമാണ്. ഓക്കെ, നമ്മുടെ മാങ്കമ്പളത്തിലുള്ള എല്ലാ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും മെഡിസിൻ പ്ലാന്റ്സിന്റെ ഒക്കെ തൈകളൊക്കെ നമ്മുടെ അവൈലബിൾ ആണ്. നഴ്സറി ഉണ്ട് കേട്ടോ. അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങാനുള്ള ഉപയോഗം. അപ്പോൾ ഒരു സൈക്കിൾ പോകണം കേട്ടോ, രണ്ടാൾക്ക് ഒരേ സമയം ചവിട്ടാണ് സൈക്കിൾ. നമ്മുടെ ഗൈഡ് ഷീജയാണ്. മുന്നിൽ പോകണം, പച്ച ടീഷർട്ട്, മാംഗോ മെഡോസ് എന്ന എഴുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അടിപൊളി. നമ്മുടെ ഗൈഡിംഗ് റൂട്ടൊക്കെ നമ്മൾ പോണ വഴിയാണ്. ഇപ്പോഴാണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാം കേട്ടോ. കണക്റ്റഡ് ആണ് കേട്ടോ. ഇത് മൾബറിയാണ്. പട്ടിക വ്യവസായത്തിന് ഉപയോഗിക്കുന്നതാണ് മൾബറി. അതുപോലെ മൾബറിയുടെ തളിരിൽ നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ. ജലദോഷ ഇൻഫ്ലുവൻസ നേത്രരോഗം എന്നിവയ്ക്ക് നല്ല ഔഷധ ഗുണങ്ങളാണ് മൾബറി. മൾബറി ഇത് വളരെ ചെറുതാണല്ലോ. നമുക്ക് അപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തുള്ളത് നമ്മുടെ റൂട്ടുകളിലുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓ എവിടെ ഒന്ന് എനിക്ക് Okay. Come on. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല തണലാണ്. നടവഴിയൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ല വീതിയിൽ, കരിങ്കല്ല് ഭാവി അടിപൊളി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ശരിക്കും ചെറിയ സെമി AC എഫക്റ്റ് ഉണ്ട് അല്ലേ ഷിജേ? അടിപൊളി. എന്താ വേറൊരു പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ജില്ലകളിലും ആ മരങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്ന പേരാണ് കൊടുത്തേക്കുന്നത്. ഇത് സോപ്പിൻകായ മരമാണ്. പണ്ട് കാലത്ത് ആൾക്കാർ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി സോപ്പിന് പകരം ഇതിന്റെ കായാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. സോപ്പ് പതയും പോലെ തന്നെ ഇതിന്റെ കായ പതഞ്ഞു വരും. പിന്നെ ഇപ്പൊ സ്വർണ്ണപ്പണിക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ലോഹം മിനുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോപ്പിൻ കായാണ്. നമ്മുടെ ഇവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളും നമുക്ക് ഗൈഡിങ്ങിന് ശേഷം വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ റെയർ ആയിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാര്യം ഇരിക്കാമല്ലോ അല്ലേ? ഏതാ അടിപൊളി. അറിയാവോ? രാമായണം സീതാദേവി രാമനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത് അശോകവനിയിലെ ശിംശിബ വൃക്ഷച്ചുവട്ടിലാണെന്നാണ്. അല്ല, ശിംശിബ വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് അശോകവൃക്ഷം തന്നെയല്ലേ? അല്ല, അശോകവനിയിലെ അശോകവനി ഗാർഡനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശിംശിബ വൃക്ഷം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ പറ്റി. അവിടെ അടിപൊളി. ഓക്കെ. അയ്യോ, ബെല്ലില്ലല്ലേ? ബെല്ലിന് പകരം കൂക്കിയതാണോ? അയ്യോ, അടിപൊളി. ഒരു കൂവല് കേട്ടു. രുദ്രാക്ഷത്തിന്റെ ചെടിയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ രുദ്രാക്ഷം ഇല്ലേ, അതാണ് കേട്ടോ. അത് ഹോളില്ല, ഹോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് രുദ്രാക്ഷം ഉണ്ടാക്കുന്നത്. രുദ്രാക്ഷമാലയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതാണ് കേട്ടോ. പിന്നെ ഇവിടെ ചുരക്കള്ളി ഉണ്ട്. ചുരക്കള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഇത് കേട്ടോ, അതൊരു മെഡിസിൻ പ്ലാന്റ് ആണ്. അത് ഇവിടെ വേനൽക്കാലത്ത് അതിന്റെ ചുവട്ടിൽ നിന്ന് ചുവന്ന ദ്രാവകം ഉണ്ടാവും. ആ ദ്രാവകം നമ്മൾ കൈകാൽ വേദന, മുറിവിനൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ്. അത് മൃഗത്തിന്റെ സ്ഥാനത്തിലും മനുഷ്യന്റെ സ്ഥാനത്തിലും ചുരുക്കത്തില്ല, കള്ളത്തരത്തിൽ ചുരുക്കുന്നതുകൊണ്ടാണ് ചുരക്കള്ളി എന്ന പേര് വന്നേക്കുന്നത്.
ചുരക്കള്ളി. അപ്പോൾ ഇതാണ് ചുരക്കള്ളി എന്ന് പറഞ്ഞ വൃക്ഷം. അടിപൊളി. പിന്നെ ഇത് മാധവിക്കുട്ടിയുടെ നീർമാതളം. ഓ, നീർമാതളം 2 വർഷത്തിലൊരിക്കലേ പൂക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു പെഡൽ ബോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ വ്യാളിയുടെ രൂപമാണ് എൻ്റെ ഫ്രണ്ട് ഭാഗത്തിന്. അതിൽ അടിപൊളിയായി. അല്ല സൗമ്യ എന്താ പറഞ്ഞത്? നേരത്തെ വരണമായിരുന്നല്ലേ? അല്ല, ഇവിടെ നേരത്തെ തന്നെ വരണമായിരുന്നു. ആ, ഇവരൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ? ആ ആ ആ, അടിപൊളി. അപ്പോൾ എണ്ണപ്പന ഇവിടെ വന്നു. ട്രെയിൻ ഇതിലേ പോണ്ട, ചേച്ചിയുടെ പുറകെ പോയാൽ ട്രെയിൻ കിട്ടും. ഇത് ചുവന്ന ഉദളങ്ങളാണ്. കണ്ടേക്കുന്നത് ചുവന്നതാണ്, റയറാണ്, വിഷം തന്നെയാണ് കേട്ടോ. വിഷം. ഓ, അടിപൊളി. പിന്നെ നമ്മുടെ പെഡൽ ബോട്ട് ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ടിക്കറ്റിലുള്ളതാണ്. ഗൈഡിങ്ങിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. 5 മണി വരെ ടൈം ഉണ്ട്. നമ്മൾ തനിയാണ് പെഡൽ ചവിട്ടണത്. അപ്പോൾ ആണ് പെഡൽ ബോട്ട് ഏരിയ. പെഡൽ ബോട്ട് നമുക്കിവിടെ ഗൈഡിങ്ങിന് ശേഷം വന്ന് കയറാം. ടിക്കറ്റുള്ളതാണ്. ഇത് വ്യാളി, അപ്പുറത്ത് ഹംസം, 2 ഹംസം, വീണ്ടും വ്യാളി, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. അടിപൊളി. കുട്ടവഞ്ചി ഏരിയ ആണ്. അടിപൊളി. അത് നമ്മുടെ ടിക്കറ്റിലുള്ളതാണ്. ഗൈഡിങ്ങിന് ശേഷം അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. 5 മണി വരെ ടൈം ഉണ്ട്. ആഴമുണ്ട് ഇവിടെ, 7 അടിയൊക്കെ ഉണ്ട്. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അടിപൊളി. കുട്ടവഞ്ചി ഏരിയ. കുട്ടവഞ്ചി നമ്മൾ തന്നെ പറയണോ? അയ്യോ, അത് ശരി. കുട്ടവഞ്ചി നമ്മൾ തന്നെ പറയേണ്ടി വരും. അല്ല, ഇത് തുഴഞ്ഞു പോകണമെങ്കിലേ ലൈഫ് ജാക്കറ്റ് എന്തായാലും വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു വീഴും. ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പെടും. നല്ല വലിപ്പമുണ്ട് കേട്ടോ അത്. എന്താ പോയത്? അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ റിക്ഷ ഉണ്ട്. പ്രായമുള്ള ആളുകളൊക്കെ റിക്ഷയിൽ വന്ന് കാണുന്നുണ്ട്. പക്ഷേ റിക്ഷയിൽ പോയാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് തൊട്ടടുത്ത് പോകാൻ പറ്റില്ല. നടന്നു പോകാനാണ് നമുക്ക് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും കുറേ കൂടി എളുപ്പം. ഓ, ഇവിടെ നല്ലൊരു പൂളുണ്ട് കേട്ടോ. നല്ല നീല നിറത്തിലുള്ള വെള്ളം. അതോ വെള്ളമാണോ അടിയിലെ പെയിൻ്റാണോ നീലാറോ? ത്രിഫല. കടുക എന്നീ വൃക്ഷങ്ങളുടെ കായകളുടെ തോടുകൾ ചേർത്താണ് നമ്മൾ ത്രിഫലക്കൂട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ 3 മരങ്ങളും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു തീമായിട്ട് ചെയ്തേക്കുന്നതാണ്. നെല്ലിമരമാണ് അപ്പുറത്തത്, ഇത് കടുക്കാമരം, ഇത് താന്നിമരം. അപ്പൊ ഈ 3 മരങ്ങളും കൂടി കൂടിയാണ് ത്രിഫല. ഏത് താനി പെട്ടെന്ന് വലുതാവും. താനി ആയിട്ട് നല്ല ഗ്രോത്ത് റേറ്റുള്ള മരം. അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളർന്ന് ഓവറായിട്ട് കയ്യിലേക്ക് മറിഞ്ഞു വീഴും. ഇത് ആയുർവേദത്തിൽ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അങ്കോല. വടക്കോട്ടുള്ള വേരിനാണ് പ്രാധാന്യം. വടക്കോട്ടുള്ള വേരാണ് കൂടുതൽ സൂര്യപ്രകാശം ആകുന്നത്. കരിമരുത്. ഓ, ഇത് കരിമരുത്, കുറമരം എന്ന് പറയും.
ട്രൈബൽസ് ഒക്കെ ഉൾക്കാടുകളിൽ പോകുമ്പോൾ വെള്ളത്തിനായിട്ടൊരു മരത്തെ ആശ്രയിക്കാറുണ്ട്. ആ മരമാണ് കേട്ടോ. ഇതിനകത്ത് വെള്ളമുള്ള ഒരു മരമാണ്. ഇത് വി ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ വെള്ളം വരും. വെള്ളം എടുത്തതിന് ശേഷം മണ്ണും പോലും വെച്ച് അടച്ചാൽ മതി. മരത്തിന് യാതൊരു കേടുപാടും സംഭവിക്കത്തില്ല. വീണ്ടും വെള്ളം റീസ്റ്റോർ ചെയ്യും. അങ്ങനത്തെ ഒരു മരമാണ് കേട്ടോ. ഇതിലെ പുറത്തേക്ക് പോവാല്ലേ? ഇതാണ് നമ്മൾ ചൂണ്ടിയിടുന്ന സ്ഥലം കേട്ടോ. അടിപൊളി. പക്ഷി നിരീക്ഷണ കേന്ദ്രം അല്ലേ? ഇതാണ് ചൂണ്ടയിടുന്ന സ്ഥലം. നമ്മൾ ടിക്കറ്റിലുള്ളതാണ്. ഗൈഡിങ്ങിന് ശേഷം അത് ചൂണ്ടയിടാവുന്നതാണ്. നമുക്ക് കിട്ടുന്ന പിന്നെ കൊണ്ടുവരൊരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ശരി. പക്ഷി നിരീക്ഷണ കേന്ദ്രം ഇവിടെയൊക്കെ നമുക്ക് ഗൈഡിങ്ങിന് ശേഷം കയറി ഇരിക്കാവുന്നതാണ്. അപ്പോൾ മുകളിൽ കയറി നമുക്ക് ഇരിക്കാം. അപ്പോൾ ദൂരെയുള്ള പാടത്തുള്ള പക്ഷികളെ കാണാം. ഇവിടെ നമുക്ക് തോട്ടിൽ മീൻ പിടിക്കാം. കിട്ടിയ മീനെ നമുക്ക് കൊണ്ടുപോവാം. അങ്ങനെ സൗകര്യങ്ങളുണ്ട്. എവിടെ ചൂണ്ട എവിടെ ഉണ്ടോ? എവിടെ? അപ്പോൾ ഇപ്പം ചൂണ്ടയും തീറ്റയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഇട്ടാൽ മതി. അപ്പോൾ മൈദ ആയിരിക്കും കുഴച്ച് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. ഞാനത് കിട്ടും മാന്തണം. അപ്പോൾ അതൊക്കെ റെഡിലി അവൈലബിൾ ആണ് കേട്ടോ. ചൂണ്ട, അതിനുള്ള തീറ്റ, തോട്ടിൽ മീൻ വന്ന് കൊത്തിയാൽ മതി. ഇപ്പോൾ നമ്മുടെ മുമ്പിലൊരു റിക്ഷ പോവാണ് കേട്ടോ. അതിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതിനകത്ത് പോകുന്നു. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നു പോകണം. ഓ ശരി ശരി. മാംഗോ പൂളാണ്. മാംഗോ ഷേപ്പിലാണ്. മാംഗോ പൂളാണ്. പേയ്മെന്റ് ആണ്. നമ്മുടെ ടിക്കറ്റിലുള്ള പൂള് നമ്മൾ ഫസ്റ്റ് അവിടെ എൻട്രി സൈഡിൽ കാണുന്നുണ്ട്. ഇത് രണ്ടും നല്ല ഹൈജീനിക് ഒക്കെ സെയിം ആണ്. ഇത് ഗാർഡൻ്റെ ഉള്ളിലല്ലേ, പിന്നെ ഫോട്ടോസിനൊക്കെ ഒരു ശരി ശരി. അടിയിൽ നീരാനം കാണുന്നത് അടിയിൽ പെയിന്റ് ആണോ അതോ ടൈലാണോ? ടൈലാണ്. 4 അടി 5 അടി 6 അടി സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സീറ്റ് നോക്കിയിട്ടാണ് ഇറങ്ങാൻ. 7 അടിയാണ് അങ്ങ് ഏറ്റത്തുള്ളത് കേട്ടോ. താഴ്ചയുള്ളത് പിള്ളേർക്കുള്ള 5 വയസ്സിൽ താഴെയുള്ള പിള്ളേരുടെ പൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരി. ഓ എവിടെ? അത് വേറെ പോയി ടിക്കറ്റ് എടുത്ത് വരാം അല്ലേ? ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്ന് എടുത്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞാൽ മതി. ഇവിടെ വന്നാലും കിട്ടും. ഓ അടിപൊളി. അങ്ങോട്ട് പോകുമ്പോൾ മിനറൽ വാട്ടർ ഒക്കെയാണ് കേട്ടോ. ഇത് വണ്ടേ അല്ലേ? അയ്യോ ഞങ്ങളെ എന്തായാലും നമുക്ക് ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ? ഓ അടിപൊളി. ശരി. എത്ര? 5000. മനസ്സിലാക്കുന്നത് കാരണം പാക്കേജിൽ ഡിഫറൻസ് വന്നുകൊണ്ട് ഗൈഡിങ്ങിൽ പറയത്തില്ല. അപ്പോൾ ഗൈസ് ദ മാംഗോ കോട്ടേജ് മാംഗോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് കണ്ടു കേട്ടോ. ഇത് നല്ല നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു സംഭവം. പിന്നെ റേറ്റ് റിസപ്ഷനിൽ ചോദിച്ചാൽ പാക്കേജിൻ്റെ അനുസരിച്ചൊക്കെ മാറ്റം വരും. നമുക്ക് എടുക്കാം. അപ്പോൾ എന്താ നമ്മൾ 1 ഡേ ട്രിപ്പ് രാവിലെ വന്നു പരമാവധി വേഗം കണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തിൽ വന്നുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും കിടക്കണില്ല. എന്താ സംവിധായകന്റെ കൈ എന്ന് പറയുന്നത് നമ്മുടെ പാർക്കിന്റെ ഓണറുടെ കൈയുടെ മോഡൽ നമ്മൾ ചെയ്തേക്കണതാണ്. കൈയുടെ മോഡൽ ചെയ്തേക്കണാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചേക്കുന്നത് കാട്ടത്തിമരമാണ്. അതായത് നമ്മുടെ പാർക്കിലുള്ള എല്ലാ സസ്യങ്ങളും അദ്ദേഹത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മുടെ പാർക്ക് തികച്ചും അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടൊരു പാർക്കാണ്. ഓക്കെ. വലയില്ലല്ലോ.
ട്രെയിൻ എങ്ങനെ പോകണമെന്ന് കാണിച്ചിട്ട് അപ്പോൾ നമ്മുടെ പയ്യന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേടാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ പറയോ? ഇവിടെ നോക്കിയിട്ട് പറ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ പറ. ആ ചുവപ്പർ. ആ കുന്തിരിക്കം അടിപൊളി. ആ എവിടെ? ഓ ഹോ ഹോ. ഊത് അത്ര സാധനത്തിൻ്റെ മരം വലിയ വലുപ്പമുണ്ട് കേട്ടോ, നല്ല വലുപ്പമുണ്ട്. അങ്ങനെ മണത്താൻ മണം ഉണ്ടാവോ? കായമില്ലേ, കായത്തിന്റെ ചെടിയാട്ടെ ഇത്. കായത്തിന്റെ ചെടിയോ? സാധാരണ അഫ്ഗാനിസ്ഥാനിലാണല്ലോ ഉണ്ടാവും അത്. അതാണ് നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമല്ലാത്ത ചെടികൾ പോലും നമ്മളിവിടെ സംരക്ഷിക്കുന്നത്. ആ ശരി. അപ്പോൾ ഗൈസ് കായത്തിൻ്റെ ചെടിയാണ് കേട്ടോ. കായം, ദിക്കമല്ലിക്കായം, അടിപൊളി. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ കോട്ടയത്തെ മാംഗോ മെഡോസിലാണുള്ളത് കേട്ടോ. അതേപോലെ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരെന്താ പറയുക? മാംഗോ മെഡോസിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ആയാങ്കുടി അല്ല? ആയാങ്കുടി പറഞ്ഞ പോലെ. ആ കടുത്തുരുത്തി ആയാങ്കുടി. ഇത് സ്ഥാപിച്ചിട്ട് എത്ര കാലമായി ഏറ്റവും? ആ നമ്മൾ ഇതിനകത്തൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരോ സ്പോട്ടുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് മുന്നോട്ട് പോവാണ്. ആ ശരി. നിങ്ങൾ നാട്ടുകാരാണ്? അടുത്തടുത്തായോ വൈക്കത്ത്? ആ ആ ഏത്? ആ ആ ഉണ്ട്. ഓ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ. വഞ്ചിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശിക്കാര ബോട്ട് പറയുന്നതാണോ ഇത്? നമ്മൾ വേറെ പേയ്മെൻറ്റ് കൊടുക്കണോ? ഓക്കെ. ആ അപ്പോൾ കേസ് ഇവിടെ കോട്ടേജാണ്. ഇതിന്റെ ബേക്ക് നമ്മുടെ കുളത്തിലേക്ക് വരും അല്ലേ? അല്ല, നമ്മൾ നേരത്തെ മീൻ കണ്ട കുളമല്ലേ അത് അപ്പുറത്താണ്. പക്ഷേ നമ്മുടെ പ്രീമിയം കാറ്റഗറി പെടുന്ന കോട്ടേജ് ഇല്ലേ, അതിന്റെ ബെഡ്റൂമിലേക്ക് ഇരുന്നാണ് നമുക്ക് മീൻ ഫിഷ് ഫീഡ് നടത്താൻ. ഇത് വേറെ. ആ ശരി ശരി. ഓക്കെ ഓക്കെ. അടിപൊളി കോട്ടേജൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സിക്കാര ബോട്ട് സർവീസ്. ടിക്കറ്റ് അവൈലബിൾ അണ്ടർ എന്താണ് 100 രൂപ മാത്രം. വാലന്റൈൻസ് ഗാർഡൻ അതാ ഈ ഏരിയക്ക് പറയുന്നത് വാലന്റൈൻസ് ഗാർഡൻ എന്നാണ് പറയുന്നത്. നമ്മുടെ നാൽപ്പാമരമാണ് കേട്ടോ. നാൽപ്പാമരം കേട്ടില്ല. അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നീ 4 പാൽ ചുരുത്തുന്ന വൃക്ഷങ്ങളുടെ തോടുകൾ വെച്ചാണ് നമ്മൾ നാൽപ്പാമര തൈലം, നാൽപ്പാമര സോപ്പൊക്കെ റെഡിയാക്കുന്നത്. അപ്പൊ ഈ 4 മരങ്ങളും കൂടി തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നതാണ്. 4 മരമുണ്ട് കേട്ടോ. അത്തിയുണ്ട്, ഇത്തിയുണ്ട്, അരയാല്, പേരാല്. ഓക്കെ. അപ്പോൾ ഗൈസാണ് നാൽപ്പാമര വഞ്ചി അല്ലേ? ഒരു വഞ്ചിയുടെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 4 പാൽമരങ്ങൾ ചേർത്തിട്ട് ഒന്നിച്ച് നട്ട് പിടിപ്പിച്ചിരിക്കുന്ന വഞ്ചിയുടെ രൂപത്തിൽ. അതാണ് വാലന്റൈൻസ് ഗാർഡൻ. അടിപൊളി. പ്രകൃതി മനുഷ്യൻ തമ്മിൽ ആത്മബന്ധത്തെ കാണിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് നമ്മൾ. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായ സ്റ്റാച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഭാവി തലമുറ ഉറ്റു നോക്കുന്ന ഒരു കൊച്ചിനെ നമ്മളിവിടെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അടിപൊളി. ഭാവി തലമുറ ഉറ്റു നോക്കുന്ന കുഞ്ഞല്ലേ? വാലന്റൈൻസ് ഗാർഡൻ. അപ്പോൾ ഗൈസ് ഇവിടുത്തെ നല്ലൊരു പ്രത്യേകത ഈ തണലാണ് കേട്ടോ. അടിപൊളി തണൽ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ വെയിലിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാവും. ഇന്നലെയൊക്കെ നമ്മൾ കറക്റ്റ് ശരിക്കും നന്നായിട്ട് വെയിൽ കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല തണൽ, നല്ലൊരു AC എഫക്റ്റ് തന്നെ ഉണ്ട്.
എന്താ ആ അടിപൊളി സ്വിമ്മിങ് പൂള്, നല്ല ഭംഗിയുള്ള സ്വിമ്മിങ് പൂളാണ്. സംവിധായകൻ്റെ കൈ. നമ്മളിപ്പോൾ ഇതിലാണോ വന്നത്? ആ ഓക്കെ. ആ അപ്പോൾ ഈ റൂട്ട് ഇത് കൂടെ നമ്മൾ പുതിയതായിട്ട് പോവണം. ആ ആ ഓക്കെ. ആ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ വരും അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ വരും. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു സ്നാക്ക് ബാർ ഉണ്ട് കേട്ടോ. സ്നാക്ക് ഐറ്റംസ് ഉഴുന്നുവട 10 രൂപ, പരിപ്പുവട 10 രൂപ, ബോണ്ട 10 രൂപ. എന്തായാലും റീസണബിൾ റേറ്റാണ് കേട്ടോ. ഫ്രഷ് ജ്യൂസിന് 50 രൂപ. ഇത് വേറെ എന്തെങ്കിലും സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഗംഭീര ബ്ലേഡ് വയ്ക്കാവുന്ന സംഗതിയാണ്. പക്ഷേ ഇവിടെ വളരെ റീസണബിൾ അല്ലെങ്കിൽ കുറഞ്ഞ ചാർജ് തന്നെ ഉള്ളൂ. ഈ റിക്ഷ നമുക്ക് ഇവിടെ ടിക്കറ്റ് ഇവിടെ കിട്ടും 50 രൂപ. ആരാമലെ ഈ ചേട്ടൻ്റെ പേരറിയാം? ഞങ്ങൾ വിളിച്ചിരുന്നത് പൂച്ചവാലം എന്നായിരുന്നു. ഇത് കോഴിവാലൻ. കോഴിവാലാണോ? ഞങ്ങൾ പൂച്ചവാലം എന്നാണ് വിളിച്ചിരുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മാംഗോ മെഡോസിൽ ഒരു പകൽ മുഴുവൻ ചുറ്റിക്കറങ്ങിയതിൻ്റെ സമ്പൂർണ്ണ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെയധികം ദൈർഘ്യമുള്ളതുകൊണ്ട് നമ്മൾ വിവിധ പാർട്ടുകളായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടുകളിലെ ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് പോകാം കേട്ടോ.